കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായി മാധ്യമ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാൻ പ്രമുഖ പ്രാദേശിക ചാനലായ സ്പൈഡർനെറ്റിന്റെ ഓഫീസിലേക്ക് എത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന 85ഓളം SPC കേഡറ്റുകളാണ് സ്പൈഡർനെറ്റിന്റെ മൂട്ടോളിയിലെ സ്റ്റുഡിയോയിൽ എത്തിയത്. മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് സ്പൈഡർനെറ്റ് ന്യൂസ് ടീം അംഗങ്ങൾ മറുപടി നൽകി. ലൈവ് ടെലികാസ്റ്റും വാർത്തകൾ കണ്ടെത്തുന്നതും ഒക്കെ വിദ്യാർത്ഥികളുടെ സംശയങ്ങളായി മാറി. സ്പൈഡർനെറ്റ് ന്യൂസ് ടീം അംഗങ്ങളായ ഷിജിത്ത്, സൂരജ്, ലാൽ കുന്നമംഗലം എന്നിവർ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. സ്പൈഡർനെറ്റ് ന്യൂസ് സ്റ്റുഡിയോ കാണാനും വാർത്തകൾ വായിക്കാനുമുള്ള അവസരവും ഒരുക്കിയിരുന്നു. മാധ്യമ പ്രവർത്തനത്തിൽ തൽപരരായ വിദ്യാർത്ഥികൾ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി വാർത്താ അവതാരകരായി മാറി. ചിലർ ക്യാമറ കണ്ട് പരിഭ്രമിച്ചെങ്കിലും പെൺകുട്ടികളിൽ മിക്കവരും നല്ല രീതിയിലാണ് വാർത്തകൾ വായിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും വാർത്താ വായനയിൽ ഒരു കൈനോക്കിയത് കൗതുകമായി. പരിസ്ഥിതി സംരക്ഷണ വേദി സംസ്ഥാന വ്യാപകമായി ഒരു വർഷം തുടർച്ചയായി നടത്തുന്ന ജനക്ഷേമ പ്രവർത്തികളുടെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം പരിസരത്ത് നടന്നു. കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടികളെ ഉദ്ഘാടനം നിർവഹിച്ചു. കക്കോടി നവദർശന റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സാഹിത്യകാരി P. വത്സല ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാലത്ത് ജനതാതാരം ജനശ്രീ സുസ്ഥിര വികസന മിഷൻ യൂണിറ്റുകളുടെ വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു. ജനതാ UP സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജിതേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ വേദി സംസ്ഥാന വ്യാപകമായി ഒരു വർഷം തുടർച്ചയായി നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം പരിസരത്ത് നടന്നു. കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഥകളിയും തെയ്യം നിറഞ്ഞ കോട്ടൂൾ സ്വദേശിനി സുചിത്ര രാജീവിന്റെ ചിത്രപ്രദർശനം ആസ്വാദകരുടെ മനം കവർന്ന് ആർട്ട് ഗാലറിയിൽ സമാപിച്ചു. അക്രിലിക്കിലും മെറ്റൽ പെയിന്റിംഗിലും ഒരുക്കിയ 29ഓളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. സ്പൈഡർനെറ്റിന്റെ എഡിറ്റിംഗ് ടീമുമായും ഷെഡ്യൂൾ ടീമുമായും തങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ക്യാമ്പിന്റെ ഭാഗമായി ആദ്യമായാണ് മാധ്യമ സ്ഥാപനത്തിൽ സന്ദർശനം ലഭിച്ചതെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഇവിടെ വന്ന സമയത്ത് ചാനലിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിവില്ലായിരുന്നില്ല. ഞങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇവരെ 3-4 പേര് ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നു. ലാൽ സാറിനോടാണ് പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത്. ലാൽ സാറിൻ്റെ ടീമും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നു. പിന്നെ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നാളെ ഞങ്ങൾക്ക് നടക്കാൻ പോകുന്നത് പേഴ്സണൽ ഇതിനെ കുറിച്ചിട്ട് ക്ലാസ്സാണ്. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, വാനനിരീക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട്. ഇതിന് 3 ദിവസത്തെ ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്പൈഡർനെറ്റ് എന്നൊരു ചാനലിലൂടെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവം ചെറുതൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വാർത്ത വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ലാൽ സാറിൻ്റെ ഗ്രൂപ്പിനോടും ലാൽ സാറിനോടും പ്രത്യേകമായിട്ട് നന്ദി പറയാണ് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അവസരം തന്നതിന്. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് അധ്യാപകൻ പറഞ്ഞു. ഇത്തരമൊരു മീഡിയ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് ഞാനും കുട്ടികൾ ഇവിടെ വരുന്നത്. SPC സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് 4 വർഷത്തോളമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ മീഡിയ സന്ദർശിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുട്ടികളുടെ ഒരുപാട് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഇത്തരം ചാനലുകളിലൂടെ വാർത്തകൾക്ക് പുറത്തേക്ക് പോകുന്നതെന്നും ടെലികാസ്റ്റിനെ കുട്ടികൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ കുട്ടികൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി കുട്ടികൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു വാർത്ത വായിച്ചു. ഓൾറെഡി സ്കൂൾ വാർത്ത വായിക്കുന്നുണ്ട് കുട്ടികൾ. ഉച്ചയ്ക്ക് മൈക്കിലൂടെ 1:30 കുട്ടികൾ വാർത്ത വായിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ എക്സ്പീരിയൻസ് കുട്ടികൾക്കുണ്ട്. എന്നാലും ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് വാർത്ത വായിക്കാനുള്ള കുട്ടികൾ ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം കുട്ടികൾക്കുണ്ട്. അതിൽ അവരെ സന്തോഷം കണ്ട് എനിക്കും അതിലേറെ സന്തോഷം എനിക്കുമുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സ്പൈഡർനെറ്റിനോടും അദ്ദേഹത്തിന് ശ്രീ ലാൽജിയോടും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹം പുറത്തുള്ള ആളല്ല, ഞങ്ങളുടെ സ്കൂളിലെ PT എക്സിക്യൂട്ടീവ് മെമ്പർ കൂടെയാണ്. ഇതിലൊക്കെ വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ ഇത്രയും ക്യാമ്പ് 3 ദിവസത്തെ ക്യാമ്പാണ്. ഇതിൽ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ശ്രീ സന്തോഷ് കുമാർ നേതൃത്വത്തിലുള്ള PTA അംഗങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് 2 വർഷമായിട്ട് ഈ ക്യാമ്പ് വിജയിപ്പിക്കുന്നത് PTA അംഗങ്ങൾ തന്നെയാണ്. അതിൽ ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമ പ്രവർത്തനത്തെ തൊട്ടറിഞ്ഞ് സംതൃപ്തിയോടെയാണ് SPC കേഡറ്റുകൾ സ്പൈഡർനെറ്റിന്റെ പടികൾ ഇറങ്ങിയത്. ന്യൂസ് ഡെസ്ക്, സ്പൈഡർനെറ്റ് ന്യൂസ്.